സ്വതന്ത്ര മുന്നണിയുടെ നഗരസഭാ ഭരണവും കോൺഗ്രസിന്റെ ഗതികേടും. പാലാ നഗരസഭയുടെ ഭരണം സ്വതന്ത്രന്മാരുടെ കുടുംബാധിപത്യത്തിന് കീഴിലും. പാലാ മുനിസിപ്പാലിറ്റി ഇപ്പോൾ ഭരിക്കുന്നത് ഒരു കുടുംബത്തിലെ സ്വതന്ത്ര നേതൃത്വം നൽകുന്ന ഒരു മുന്നണിയാണ്. മുഖ്യമായ സ്ഥാനങ്ങളെല്ലാം കൈയടക്കി വെച്ചിരിക്കുന്നതും അതേ കുടുംബക്കാർ തന്നെ. വാ പൊളിച്ചാൽ നുണകൾ മാത്രമേ ഈ സ്വതന്ത്ര സംഘത്തിലെ നേതാവിന്റെ ഭാഗത്തു നിന്നും വരികയുള്ളൂ. പാലായിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളിലും കയറിയിറങ്ങിയ വ്യക്തിയാണ് ഈ സ്വതന്ത്രരുടെ സംഘത്തിന്റെ നേതാവ്. അങ്ങ് BJP-യിൽ തുടങ്ങി ഇങ്ങ് LDF, UDF വരെയുള്ള എല്ലാ പാർട്ടികളിലും മുന്നണികളിലും കയറിപ്പറ്റി തന്റെ കഴിവ് പ്രകടിപ്പിച്ചിട്ടുള്ള നേതാവാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിന്റെ ജ്യേഷ്ഠൻ നമ്മുടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഏറ്റവും അടുത്ത ആളുമാണ്. കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ ഈ നേതാവിന്റെ ചേട്ടൻ സുരേഷ് ഗോപിക്കൊപ്പമായിരുന്നു. തൃശൂരിൽ താമസമാക്കി വോട്ടർ ലിസ്റ്റിൽ പേര് ചേർത്ത് സുരേഷ് ഗോപിക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ചെയ്തു. ഇപ്പോഴും ഈ BJP ബന്ധം നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് പാലായിൽ കാപ്പനുമായുള്ള സ്വന്തം അനുജന്റെ ബന്ധം ഊട്ടിയുറപ്പിക്കുന്നത്. കണ്ടു കഴിഞ്ഞാൽ ഈ അനുജന് ശുദ്ധ പാവത്താനാണെന്ന് തോന്നിക്കുമെങ്കിലും പാലാ നഗരസഭയുടെ നിയന്ത്രണം അദ്ദേഹത്തിന്റെ കൈകളിലാണ്. മകൾ പേരിനൊരു ചെയർപേഴ്സൺ മാത്രം. ചെറുതല്ലാത്ത തരികിട പരിപാടികൾ കൈമുതലായിട്ടുള്ളതിനാൽ സോഷ്യൽ മീഡിയയിൽ വലിയ ആക്രമണം ആണ് ഇദ്ദേഹം നേരിടുന്നത്. എന്നാൽ ഇദ്ദേഹത്തിന് നേർക്കുവരുന്ന ആക്രമണങ്ങളെല്ലാം മുനിസിപ്പാലിറ്റി ഭരിക്കുന്ന പാവം യുവതിയുടെ നേരെയുള്ള ആക്രമണമാണെന്ന് വരുത്തി തീർക്കാനാണ് ഇദ്ദേഹത്തിന്റെ ശ്രമം. നഗരസഭയുടെ ഭരണം നടത്തുന്ന നേതാവിന്റെ പേരിലാണ് സൈബർ ആക്രമണം എന്ന് പറഞ്ഞ് പബ്ലിസിറ്റി നൽകിയാൽ കുറെ സിമ്പതി കിട്ടുകയും എതിരാളിയായ നേതാവിന്റെ ഗ്രാഫ് ഇടിക്കുകയും ചെയ്യാം എന്നതാണ് കണക്കുകൂട്ടൽ. എന്ത് ചെറ്റത്തരം കാണിച്ചാലും താൻ പിടിക്കുന്ന ഭാഗം വിജയിപ്പിച്ചെടുക്കാനുള്ള ഒരു പ്രത്യേക കഴിവ് ഇദ്ദേഹത്തിനുണ്ട്. UDF മുന്നണിയുടെ ഭാഗമാണ് എന്ന് പറയുന്നുണ്ടെങ്കിലും കാപ്പന്റെ ആളില്ലാ പാർട്ടിയെയും കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിനെയും കൂട്ടിയാണ് ഭരണം നടത്തുന്നത്. UDF-ലെ മുഖ്യ കക്ഷിയായ കോൺഗ്രസിന് യാതൊരുവിധ പ്രാധാന്യവും നൽകാതെയുള്ള ഭരണമാണ് ഇവിടെ നടക്കുന്നത്. പാലായിലെ പ്രമുഖ രാഷ്ട്രീയ കക്ഷിയായ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റിനെ തോൽപ്പിച്ച റിബലിനെയും കൂട്ടുപിടിച്ചാണ് ഇവർ ഭരണം നടത്തുന്നത്. ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാമല്ലോ പാലായിലെ കോൺഗ്രസിന് എന്ത് വിലയാണ് ഇവർ നൽകുന്നതെന്ന്. ചുരുക്കം പറഞ്ഞാൽ പാലായിലെ രണ്ട് ആളില്ലാ പാർട്ടികളും സ്വതന്ത്ര മുന്നണി എന്ന് പറയപ്പെടുന്ന BJP-യുടെ B ടീമും കൂടിയാണിപ്പോൾ പാലാ മുനിസിപ്പാലിറ്റി ഭരിക്കുന്നത്. ഇവിടെ കോൺഗ്രസുകാർ വെറും കാഴ്ചക്കാർ മാത്രമാണ്. പാലാ മുനിസിപ്പാലിറ്റി ഭരിക്കുന്നവർ യഥാർത്ഥത്തിൽ ഒരു മുന്നണിയല്ല, മറിച്ച് കേരള കോൺഗ്രസ് M വിരോധികളുടെ ഒരു കൂട്ടായ്മയാണ് എന്ന് തന്നെ പറയാം. നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ കാപ്പന് കോൺഗ്രസുകാരുടെ സപ്പോർട്ട് വേണം. അതിന് ആ സമയമാകുമ്പോൾ കോൺഗ്രസ് നേതാക്കളുടെ കാലുപിടുത്തം തുടങ്ങും. പാലായിലുള്ള പല കോൺഗ്രസ് നേതാക്കളും കരുതിയിരുന്നത് KM മാണിയുടെ കാലശേഷം കൈപ്പത്തി ചിഹ്നത്തിൽ പാലായിൽ ഒന്ന് മത്സരിക്കാൻ സാധിക്കുമെന്നായിരുന്നു. അതിനുവേണ്ടിയാണ് മാണി വിഭാഗത്തെ UDF-ൽ നിന്ന് പുറത്താക്കിയത് തന്നെ. എന്നാൽ KM മാണിയുടെ മരണശേഷം ആളില്ലാ പാർട്ടിയുടെ നേതാവിന്റെ പുറകെ നടക്കേണ്ട ഗതികേടിലാണ് പാലായിലെ കോൺഗ്രസ് നേതാക്കൾ. പലർക്കും ഇതിൽ കാപ്പനോട് ശക്തമായ അമർഷമുണ്ടെങ്കിലും മാണി വിരോധം ഒരുപടി മുന്നിൽ നിൽക്കുന്നതിനാൽ കാപ്പന്റെ ആട്ടും തുപ്പും സഹിച്ച് അവിടെ കഴിയുന്നു.